കേരളത്തിലെ ഇപ്പോൾ ആനുകാലികമായ വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് നമുക്കിപ്പോൾ അറിയാം, ഏത് മത ചിന്തകളിലേക്ക് പോയാലും മതങ്ങളുടെ ജാതിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് സാമ്പത്തിക വിഷയമാണ്. ഇതിലിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ സഭകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ മതങ്ങളുടെ ഒരു നിലനിൽപ്പ് തന്നെ പണമാണ്. എല്ലാ മതങ്ങളുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് പണമാണ് ഇതിൻ്റെ ബേസ്. പണമില്ലാതെ ഒരു കാര്യങ്ങൾക്കും നിലനിൽക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ അവരുടെ ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ പണം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ബേസ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കേരളത്തിൽ വിശുദ്ധരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് മിക്ക സ്ഥാപനങ്ങളും നടത്തുന്നത്. അത് ക്രിസ്തീയ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും. അപ്പം ഈ വിശുദ്ധർ എന്നുള്ള വാക്ക് ഇല്ലാതെ ഒരു ക്രിസ്ത്യൻ സഭയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുക്കാം. ഏത് റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. തുടക്കത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളുടെ തുടക്കം തന്നെ എടുക്കാം, സെൻറ്റ് മേരി, സെൻറ്റ് ജോസഫ്. അതിനുശേഷം അവിടെ മുതൽ ഇങ്ങോട്ട് പിന്നെ വിശുദ്ധരുടെ ഒരു പരമ്പരയല്ല, അത് ഒരിക്കലും തീരുന്നില്ല. ഇത്രയും വർഷങ്ങൾ നമ്മളൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ പഠിച്ചത്, നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ ക്രിസ്ത്യൻ പള്ളികൾ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ഹോസ്പിറ്റലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ പോലും ആ ഒരു പേരിൽ ഏതെങ്കിലും വിശുദ്ധരുടെ പേരിട്ടുകൊണ്ട് ആണ് വന്നിരിക്കുന്നത്. ഏത് മതസ്ഥാപനങ്ങൾ എടുത്താലും വിശുദ്ധർ എന്നില്ലെങ്കിൽ പോലും അവരിലെ നല്ല വ്യക്തികളെ അല്ലെങ്കിൽ ജീവിതത്തിൽ പണം സമ്പാദിക്കാൻ ആരുടെ പേരാണോ ഏറ്റവും വലുത് അതാണ് എല്ലാ മതങ്ങളും തിരഞ്ഞെടുക്കാറ്. അത് അക്കാര്യത്തിൽ ഒരു മതത്തിനും വ്യത്യസ്തമൊന്നുമില്ല. ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും പണം, നേർച്ചപ്പെട്ടിയില്ലാതെ നമുക്ക് ഒരു സ്ഥാപനങ്ങളും ഇന്ന് കാണാൻ പറ്റില്ല, ഒരു പള്ളികളും നമുക്ക് കാണാൻ കഴിയില്ല. ഏതൊരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അവരുടെ ലക്ഷ്യം ഇത് മാത്രമാണ്. നമുക്ക് ഏത് ഒരു ക്രിസ്തീയ സ്ഥാപനത്തിലും ചെന്ന് നോക്കിക്കോളൂ, ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്ത്യൻ സഭയുടെ ബേസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ ആണ്. യേശു ക്രിസ്തുവിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഏത് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു നേർച്ചപ്പെട്ടി അവിടെ ഉണ്ടാവും, ഒരു സംഭാവന പെട്ടി. സഭയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അവർ ചെയ്യുന്ന അനവധി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുന്നുണ്ട്. വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യൻസ് മാത്രമല്ല, ക്രിസ്ത്യൻസിൻ്റെ ജീവിതം കണ്ട് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വകാലത്തെ നല്ല വൈദികർ അല്ലെ കന്യാസ്ത്രീകളിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള നന്മയുടെ അംശം സൂക്ഷിക്കുന്ന ഇതര മതസ്ഥർ, ക്രൈസ്തവരല്ലാത്ത ഇതര മതസ്ഥർ, അവർ പോലും ഒരു ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെ പാരമ്പര്യത്തെ സ്നേഹത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഒരു വലിയ പേര് കേട്ട പള്ളികളിൽ നേർച്ചയിടാൻ അവിടെ ജാതി മതം ഒന്നുമില്ല, ഒരു മതവുമില്ല, അവിടെ എല്ലാവരും പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈ സമൂഹത്തിൽ വളർന്നു വന്ന ഒരു ഐക്യം, സന്തോഷം, സമാധാനം എല്ലാം നിലനിർത്തി എല്ലാവരും പോകുന്നു, പരസ്പരം സ്നേഹിച്ച്. അവിടെ ജാതി മതമൊന്നും നോക്കിയിട്ടൊന്നും എല്ലാവരും ജീവിക്കുന്നത്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ് വിശുദ്ധരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം ക്രിസ്ത്യ സഭകളിലെ വിശുദ്ധരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും നമ്മൾ വിശുദ്ധരായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അനേകം വിശുദ്ധരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല, കുറേയുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ലിസ്റ്റിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം പേര് കേട്ട വിശുദ്ധരെന്ന് പറയുമ്പോഴത്തേക്കും സെൻറ്റ് മേരി, സെൻറ്റ് ജോസഫ്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ധാരാളം വിശുദ്ധരുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന 2 വിശുദ്ധരാണ്. ഒന്ന് സെൻറ്റ് ജോർജ്, ഗീവർഗീസ് എന്ന് പറയുന്ന വിശുദ്ധൻ. നെക്സ്റ്റ് സെബസ്ത്യാനോസ്. ഈ 2 വിശുദ്ധരാണ് ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭയ്ക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന വിശുദ്ധർ. എന്തുകൊണ്ടാണ്? ഇവരുടെ പേരും പറഞ്ഞ്
ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളുടെ മെയിൻ ലക്ഷ്യം അതുതന്നെയാണ്. ഒരു പേര്. അപ്പോൾ ചോദിക്കും, പേരിൽ എന്തിരിക്കുന്നു? തീർച്ചയായിട്ടുമുണ്ട്, പേരിൽ ഒത്തിരി ഇരിക്കുന്നുണ്ട്. പേരിൽ വളരെ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. ഗീവർഗീസ് അല്ലെങ്കിൽ സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ നാമത്തിലുള്ള പള്ളികളിലാണ് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായ കണക്കുകളോ രേഖകളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഓരോ വർഷവും കത്തോലിക്ക സഭയ്ക്ക് ഈ രണ്ട് വിശുദ്ധരുണ്ടാക്കി കൊടുക്കുന്ന കോടികൾ 1000 കോടികൾക്ക് മുകളിൽ പോകും. അത് പല രീതിയിലാണ് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്തീയ നേതൃത്വം പറഞ്ഞ് പഠിപ്പിച്ച് ഭയം ജനിപ്പിച്ച് വെച്ചിരിക്കുന്നത്. വിശുദ്ധരെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സെബസ്ത്യാനോസ് വെറും കെട്ടുകഥ മാത്രമാണ്, ഇതൊന്നും ആരും കണ്ടിട്ടില്ല. സെബസ്ത്യാനോസിൻ്റെ അമ്പും വില്ലും എടുക്കുക, കഴുന്ന എടുത്ത് കൊണ്ടുപോവുക, അമ്പെടുക്കുക, ഇതൊക്കെ വെറും നേർച്ച, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. പണ്ട് കാലങ്ങളിൽ വസൂരി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലമ്പനി പിടിച്ചാൽ നേർച്ച നേരുക. ഇപ്പോഴുമുണ്ട്, ഇപ്പോഴും ആ ഒരു ചിന്താഗതി തുടരുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റ മേഖലകളിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപോകും, കോഴി ചത്തുപോകും. അപ്പോൾ കോഴിപ്പെരുന്നാൾ എന്തിനു വേണ്ടിയാണ്? വീട്ടിൽ 10 കോഴി ഉണ്ടെങ്കിൽ 2 കോഴിയെങ്കിലും, അത് ഏറ്റവും നല്ല കോഴിയെ പള്ളിക്ക് കൊടുക്കണം. അപ്പോൾ പള്ളിയിൽ നേർച്ചയായിട്ട് എല്ലാവരും പള്ളിയിൽ കൊണ്ടുപോകണം. ഞാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി നേർച്ച. അപ്പം എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഒരു 500 രൂപയുടെ കോഴിയാണെങ്കിൽ 600 രൂപയിലായിരിക്കും വിളിക്കാൻ തുടങ്ങുന്നത്. അങ്ങ് വിളിച്ച് അത് 2000, 5000, 10000. അപ്പം ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? പള്ളിക്ക് പണം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം, ഇന്നിപ്പോൾ ചില പള്ളികളിൽ അച്ഛന്മാർ തന്നെ വന്ന് ലേലം വിളിക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. പണം ഉണ്ടാക്കുക, അത് ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. ഈ കോഴിയെ പള്ളിക്ക് കൊടുത്തില്ല എന്നുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന കോഴികൾ ചത്തുപോകാൻ പോകുന്നൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു ഭയമാണ് വിശ്വാസികളുടെ ഉള്ളിലേക്ക് മത നേതൃത്വം പറഞ്ഞ് കൊടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടോ, ആ വീട്ടിലെ അന്നമ്മ ചേർത്തി നോക്കൂ, അവർ 4 കോഴീനെ കൊടുത്തു, അവർക്കൊരു ഫാം നിറച്ച് കോഴികളുണ്ട്. ഇപ്പുറത്തെ മറിയാമ്മയുടെ വീട്ടിൽ ഈ പറയുന്ന കോഴികളൊന്നും ഇല്ല, എല്ലാം ചത്തുപോവുക. എന്താ കാരണം? അവൾ നേർച്ച കൊടുത്തിട്ടില്ല. സത്യത്തിൽ ഇതല്ല ഇതിൻ്റെ കാരണം. ഇതിന് ശാസ്ത്രീയമായ വശങ്ങൾ, അല്ലെങ്കിൽ കോഴിക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിന് മരുന്ന് കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ട രീതി പരിപാലിക്കാത്തതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് കാണാം, ഇന്ന് കോഴിപ്പെരുന്നാൾ, കന്നുകാലി. ഇപ്പം ചില വീടുകളിലൊക്കെ മലയോര പ്രദേശങ്ങളിൽ പശുക്കളെ സംരക്ഷിച്ചാണ് അനേകം വീടുകൾ കഴിയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴുമുണ്ട് അനേകം വീടുകൾ അങ്ങനെ കഴിയുന്നുണ്ട്. ആദ്യമുണ്ടാകുന്ന പശുക്കിടാവിനെ അല്ലെങ്കിൽ ആദ്യത്തെ കിടാവിനെ പള്ളിക്ക് കൊടുക്കുക, അതിന് നേർച്ചയായിട്ട് കൊടുക്കുകയാണ്, നേർച്ച നേരുകയാണ്. എന്തിനു വേണ്ടിയാണ്? പശുവിന് കൂടുതൽ പാല് കിട്ടണം, പശുവിന് അസുഖം വരരുത്. ഞാനൊരു കാര്യം പറയാം, ഇതിലൊന്നും യാതൊരു ഒരു ബേസുമില്ല. ഇത് മത നേതാക്കൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ അത് വിശുദ്ധനെ പറഞ്ഞതുകൊണ്ടാണ്, പള്ളിയെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ്, പള്ളിക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. ഏതെങ്കിലും ദൈവം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരു വിശുദ്ധനും നിങ്ങളുടെ മുമ്പിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടോ? ഇല്ല. ഈ പണം എവിടേക്കാണ് പോകുന്നത്? രൂപതകളിലേക്ക് പോകുന്നു. ഇടവകളിൽ നിന്ന് രൂപതകളിലേക്ക് പോകുന്നു. ആ രൂപതകളിലേക്ക് പോകുന്ന പണം ഇന്ന് നമുക്ക് കാണാം, ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകം അകൃത്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ സഭകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അകൃത്യങ്ങളെ, അനീതികളെ എല്ലാം മറച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ അവയ്ക്ക് ഒരു മൂടുപടമുണ്ടാക്കാൻ വേണ്ടി കോടതികളിലും പോലീസിലും ഒക്കെ കയറി ഇറങ്ങി നടന്ന് കോടതികളിൽ ആ കേസുകൾക്ക് വേണ്ടിയാണ് കോടികൾ ചെലവാക്കുന്നത്. അപ്പം ഈ പണം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ പറയും, കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ കുറേ പള്ളികൾ നടത്തുന്നില്ലേ, ഹോസ്പിറ്റൽ നടത്തുന്നില്ലേ, അതുമല്ലെങ്കിൽ പ്രായമായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി വൃദ്ധസദനങ്ങൾ നടത്തുന്നില്ലേ, അവിടെയൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം. ഞാനിതെല്ലാം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അനാഥാലയങ്ങൾ നടത്തുന്നില്ലേ? എന്തിനു വേണ്ടി? ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും ഇല്ലെങ്കിലും ഈ പറയുന്ന ലോകം മുന്നോട്ട് പോകും. വൃദ്ധസദനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് വൃദ്ധരെ അല്ലെങ്കിൽ പ്രായം ചെന്ന മാതാപിതാക്കളെ ഒരു പക്ഷേ തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അല്ല, നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാം, ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ നടത്തുന്നത് ക്രിസ്തീയ സഭകളാണ്, ക്രിസ്തീയ നേതൃത്വങ്ങളാണ്. എന്തിനു വേണ്ടി?
എന്തിനു വേണ്ടി? പണമല്ല ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ട്രസ്റ്റ് രൂപീകരിക്കും, അല്ലെങ്കിൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യും. പണം മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ചോദിക്കും, മക്കളില്ലാത്ത അച്ഛനെയും അമ്മയും ഞങ്ങൾ സംരക്ഷിക്കുന്നില്ലേ? ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ ചെയ്യുന്ന നന്മയുടെ മറവിൽ അവർ ചെയ്യുന്ന തിന്മകൾ 100 മടങ്ങെന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ നമുക്ക് കാണാം, തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നിരവധി പേരുകേട്ട ദേവാലയങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ദേവാലയത്തിൻ്റെ മുമ്പിൽ കാണിക്ക വഞ്ചിയില്ലാതെ, നേർച്ചപ്പെട്ടിയില്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. പണം പണം പണം, അത് തന്നെയാണ് ലക്ഷ്യം. മണർകാട് പള്ളി, അതിരമ്പുഴ പള്ളി, എന്തിന് അവിടെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ മലബാർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഹിപ്പള്ളിയിലേക്ക് ഒരു ദിവസം വീഴുന്ന പണത്തിനൊന്നും ഒരു കണക്കൊന്നുമില്ല. മാഹിപ്പള്ളി പെരുന്നാളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റത്തില്ല. കോടികളുടെ ആസ്തിയാണ്. കേരളത്തിന് പുറത്ത് പോകും, വേളാങ്കണ്ണി, എത്ര കോടികളാണ് അവിടെ വരുമാനം. ദൈവത്തിന് ശക്തിയുണ്ട്, മാതാവിന് ശക്തിയുണ്ട്, യൗസപിതാവിന് ശക്തിയുണ്ട്, എല്ലാ വിശുദ്ധന്മാർക്കും ശക്തിയുണ്ടെന്ന് പറയുന്നു. നമുക്കറിയാം, സുനാമി വന്ന സമയത്ത് ഈ പറയുന്ന വേളാങ്കണ്ണി പള്ളിയിലും അതിൻ്റെ പരിസരങ്ങളിലും വെള്ളം കയറി. എത്ര പേര് മരിച്ചു കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവിടെയും മരണങ്ങളുണ്ടായിരുന്നു. എവിടെ പോയി ആ മാതാവും യൗസപിതാവും ഒക്കെ വലിയ ശക്തനായിട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മതങ്ങൾ വിശുദ്ധരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പരമമായ ലക്ഷ്യം പണം മാത്രമാണ്. മരിച്ചുപോയ ആളുകളുടെ അസ്ഥിയും എല്ലും വാലും ചെരുപ്പടക്കം എടുത്ത് വിശുദ്ധ വസ്തുക്കളാക്കി പൂജിച്ച്, അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് കൊണ്ടു നടക്കുകയാണ് ഓരോരുത്തർ. ഒരേ ഒരു ലക്ഷ്യം, ആ വിശുദ്ധരുടെ പേരും പറഞ്ഞ് വിശുദ്ധരെക്കുറിച്ച് മനുഷ്യൻ്റെ, വിശ്വാസികളുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിച്ച് അതിൻ്റെ പേരിൽ പ്രാർത്ഥന. എന്നാലുമുണ്ട് മന്ദബുദ്ധികളായവർ. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് പേജിൽ, ഏതോ ഒരു പേജിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. കത്തോലിക്ക സഭയിലെ അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, താന്തോന്നിത്തരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ അവരെ തകർക്കാൻ, അല്ലെ അവരെ തളർത്താൻ വിശുദ്ധരോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ ഒരു സന്ദേശം ഞാൻ കണ്ടു. ഒരാളുടെ കമൻ്റാണ്. ഏത് വിശുദ്ധൻ പ്രാർത്ഥിച്ചിട്ട് ആർക്കെന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എന്നോ മരിച്ചുപോയ ആളുകൾ, ഒരുപക്ഷെ ഇല്ലാത്തവരായിരിക്കാം, മരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. കെട്ടുകഥകളാണ് ഒട്ടുമിക്കവയും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരാളുടെ ഒരു കമൻറ്റിൽ കണ്ടു, ഒരു മാറ്റിൻ്റെ മുകളിൽ കുറച്ച് മിറ്റിൽ കല്ല് കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ. ഇവരുടെയൊക്കെ ബുദ്ധിയും വികാസവും എന്തിനാണ് ഇവരൊക്കെ വിദ്യ നേടിയതെന്നാണ് ചിന്തിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം പോയ വഴി നോക്കണം. ഒരു മാറ്റിൽ കുറച്ച് മിറ്റിൽ റോഡിൽ നമ്മൾ ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കല്ലുകൾ നിരത്തി വെച്ചിട്ട് അതിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് കത്തോലിക്ക സഭയുടെ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ തകർത്തി കളയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മന്ദബുദ്ധികളായ വിശ്വാസികൾ. ഇവരെ അന്ധവിശ്വാസികൾ എന്ന് വിളിക്കണോ, മന്ദബുദ്ധികൾ എന്ന് വിളിക്കണോ? അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഈ വിശുദ്ധരെ കൊണ്ട് ഈ ലോകത്തിന് എന്ത് നന്മയാണ് ഉണ്ടായത്? ഈ ലോകത്തിന് എന്ത് നന്മയാണ് ഉണ്ടായത്? പൊതുസമൂഹത്തിന് എന്ത് നന്മയാണ് ഉണ്ടായത്? ഒരു നന്മയും ഉണ്ടായിട്ടില്ല. യാതൊരു നന്മയും ഉണ്ടായിട്ടില്ല. വിശുദ്ധൻ്റെ പേര് പറഞ്ഞ് കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ, അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിമാർ കുറേ പണമുണ്ടാക്കി. ആ പണം കൊണ്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്തു, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു. 1000 കോടി സമ്പാദിച്ചാൽ അതിൽ നിന്ന് ഒരു 8-10 കോടി മുടക്കി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പം അവർ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ വിശുദ്ധർ എന്ന് പറയുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാം പണത്തിൻ്റെ ലക്ഷ്യം മാത്രം, വേറൊന്നുമല്ല. ഈ വിശുദ്ധരുടെ പേര് വഹിക്കുന്ന അനേകം ആളുകളുടെ പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് തന്നെ അറിയാം എന്തിനു വേണ്ടിയാണ്. ആ വിശുദ്ധരായി, അല്ലെ വിശുദ്ധരുടെ പേര് വഹിക്കുന്നത് അവർ, ഇപ്പം എൻ്റെ പേര് എൻ്റെ മാതാപിതാക്കൾ നൽകിയതാണ്. എൻ്റെ മാതാപിതാക്കൾ നൽകിയ പേര് ഒരിക്കലും അത് മാറ്റണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ എന്ത് വിളിച്ചോ അത് തന്നെ വിളിച്ചോട്ടെ. അവിടെ വിശുദ്ധിയുടെ അംശമില്ല. അവിടെ മതത്തിൻ്റെ, എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നുകൊണ്ട്, കത്തോലിക്കരായിരുന്നതുകൊണ്ട് എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നായി.
സെബാസ്റ്റ്യൻ വർക്കി. വർക്കി എന്ന് എൻ്റെ പിതാവിൻ്റെ പേരാണ്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുടെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മുഹമ്മദോ കോയയോ അഷ്റഫോ ഒക്കെ ആയി മാറുമായിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു സമുദായത്തിൽപ്പെട്ട അച്ഛനും അമ്മയും ആയിരുന്നെങ്കിൽ രാമനോ മുകേഷോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പേരുകളാകാമായിരുന്നു. അപ്പോൾ ആ പേരിലല്ല, അല്ലെങ്കിൽ മതത്തിലല്ല ജീവിതം. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ പേരും വഹിച്ചുകൊണ്ട് ക്രിസ്ത്യൻ നാമധാരിയായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്തീയ സഭയ്ക്കെതിരെ പറയുന്നുവെന്ന്. അവിടെയും അവരെന്നെ കുറ്റപ്പെടുന്നതാണ്, ക്രിസ്ത്യൻ നാമധാരി. ഞാൻ ചോദിക്കട്ടെ, ഒരു മതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഒരു വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത അനേകം ജനങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവരും ജീവിക്കുന്നില്ലേ? അവർ നന്മ ചെയ്യുന്നില്ലേ? അവർ ദൈവത്തെ പേടിച്ചിട്ടാണോ? അല്ലെ ദൈവത്തെ സ്നേഹിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. അതാണ് മനുഷ്യ സ്നേഹം, മനസ്സാക്ഷി. ഈ നേർച്ചപ്പണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ നേർച്ചപ്പണം എത്ര കോടികൾ ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഒരു വർഷത്തെ കോടികളുടെ കണക്ക് ആരെങ്കിലും എവിടെയെങ്കിലും കൃത്യമായി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താണ് അതിന് കാരണം? ഈ പണം ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഒരു ഭൂരിഭാഗവും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു. വിശുദ്ധരെ ഉണ്ടാക്കിയെടുക്കുന്ന എവിടുന്ന? ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടു, കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ഇദ്ദേഹത്തിൽ നിന്ന് എന്ത് നന്മ നമ്മുടെ സമൂഹത്തിന് കിട്ടി എന്നുള്ളത് പൊതുസമൂഹം തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ശരി, അതൊന്നും അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇദ്ദേഹത്തെ വിശുദ്ധനാക്കിയത് കൊണ്ട് എന്ത് നന്മയാണ് സമൂഹത്തിനുണ്ടാകാൻ പോകുന്നത്? എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. ഇപ്പോൾ വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മയുടെയൊക്കെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാം, പുള്ളിക്കാരി രോഗിയായിട്ട് ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട് കടന്ന് മരിച്ച ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഇപ്പോൾ ശരിക്കും രൂപങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ടാക്കി തുടങ്ങി, ധാരാളമുണ്ട്, കേരളത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ ഫേസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട്. അതിൽ നോക്കിയാൽ കാണാം, ആ ഫേസ് ആപ്പ് ശരിക്കും ആദ്യമായിട്ട് ഉപയോഗിച്ച കത്തോലിക്ക സഭയാണെന്ന് പറയേണ്ടി വരും. ഏതോ രൂപത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ രൂപം, അല്ലെ ഒരു സിസ്റ്ററിൻ്റെ രൂപം, അത് ഇന്നിപ്പോൾ ഒരു വളരെ സുന്ദരിയായ ഒരു പുണ്യവതിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്ത് പുണ്യമാണ് അല്ലെങ്കിൽ എന്ത് നന്മയാണ് ഈ പൊതുസമൂഹത്തിന് നൽകിയത്? എൻ്റെ ചോദ്യം അതാണ്. ഏതാനും വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നത് ഒരു 10-50 വർഷത്തോളമായിട്ടുണ്ടാവും, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചു കേട്ടതാണ്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതാണ്, മറിയക്കുട്ടി കൊലക്കേസ്. മറിയക്കുട്ടി കൊലക്കേസിൽ അതിലെ പ്രധാന പ്രതി ആയ ഫാദർ ബെനഡിക്റ്റ് ആണ്. ഫാദർ ബെനഡിക്റ്റ് ഇന്ന് ബെനഡിക്റ്റ് മരിച്ചിട്ട് ഏതാനും വർഷങ്ങളായി, കൃത്യമായ വർഷം എനിക്ക് ഓർമ്മയില്ല, ഏതാനും വർഷങ്ങളായി കൊലക്കേസിലെ മുഖ്യപ്രതി അല്ലെങ്കിൽ കൊലപാതകിയായ ബെനഡിക്റ്റിനെയാണ് ഇന്ന് വിശുദ്ധനാക്കാൻ കത്തോലിക്ക സഭ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതെല്ലാം റോമിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ അയച്ചിരിക്കുകയാണ്. ഇനിയൊരു കുറേ വർഷം കഴിയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ജനം ഇതെല്ലാം മറക്കും. ഇന്നത്തെ സമൂഹം ഇപ്പം നമുക്കറിയാം, നമ്മുടെ മനുഷ്യൻ്റെ ഒരു ആയുസ് അങ്ങേയറ്റം പോയാൽ 100. അപ്പം ഒരു 10, 100, 150 വർഷം കഴിയുമ്പോഴേക്കും അന്ന് സമൂഹത്തിൽ ജനം ജീവിച്ചിരുന്നാൽ അപ്പോഴേക്കും റോമിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ ഈ പറയുന്ന ഈ ഫാദർ ബെനഡിക്റ്റിൻ്റെ അസ്ഥി കഷ്ണങ്ങളുമായിട്ട്, എല്ലിൻ കഷ്ണങ്ങളുമായിട്ട് കത്തോലിക്ക സഭ ഇറങ്ങും. എന്തിനു വേണ്ടി? അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കിപ്പം വായിക്കാൻ കിട്ടും. ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ പോസ്റ്റുകളുണ്ട്. ഈ ജോർജ് ജോസഫ് എന്ന് പറയുന്ന ആൾ ഒരു ഏതാനും മാസം മുമ്പ് അതിൻ്റെ പൂർണ്ണമായൊരു വിവരണം പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആണ് ഈ പറയുന്ന ഫാദർ ബെനഡിക്റ്റ് ആണ് ഇതിലെ കൊലപാതകി എന്ന് വ്യക്തമായിട്ട് കോടതിക്ക് ബോധ്യമായ കാര്യമാണ്. കോടതിക്ക് ബോധ്യം വന്നു. എന്തായാലും ഈ കത്തോലിക്ക സഭ
കോടികൾ മുടക്കി എന്തായാലും ആ കേസ് അവസാനം തള്ളിപ്പോയൊരു അവസ്ഥയിലാണുള്ളത്. ആ തള്ളിപ്പോയി എന്ന് പറയുമ്പോഴും കോടതിയുടെ പേരെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ കേസ് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ വിധി പകർപ്പുകളിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞില്ല. അതിനുശേഷം അതിന് അപ്പീൽ പോകേണ്ട സർക്കാർ പോകാതിരുന്നുകൊണ്ട് മാത്രമാണ് അയാളെ ശിക്ഷിക്കപ്പെടാതിരുന്നത്. അതിനുശേഷം വർഷങ്ങളോളം അതിനുശേഷം കത്തോലിക്ക സഭ കെട്ടുകഥകൾ ഉണ്ടാക്കി. ഫാദർ ബെനഡിക്റ്റിൻ്റെ അടുത്ത് ചെന്ന് മറിയക്കുട്ടി കൊലക്കേസിൽ മറിയക്കുട്ടിയെ കൊന്നുവെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്ന ആളുകൾ ചെന്ന് മാപ്പ് പറഞ്ഞു എന്നൊക്കെ വെറും പച്ചക്കള്ളമാണത്. പച്ചക്കള്ളമാണെന്ന് അവരുടെ തന്നെ ആ പറഞ്ഞ കുടുംബത്തിൻ്റെ അവരുടെ ജീവിച്ചിരിക്കുന്ന അംഗങ്ങളുടെ ലേഖനങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ് ഇവരെ ആസൂത്രിതമായിട്ട് കൊല ചെയ്തിട്ട്, അതായത് കൊല ചെയ്തതിന് ശേഷം ആ കൊല ചെയ്ത വൈദികനെ ഇന്ന് വിശുദ്ധനാക്കാൻ കത്തോലിക്ക സഭ മെനക്കെട്ടിരിക്കുകയാണ്. വെല്ലുവിളിക്കുന്നു. ഒരു വിശുദ്ധിയുമില്ല, ഒരു പവറും ഈ പറയുന്ന ഒരു വിശുദ്ധൻ്റെയും ശവ അവശിഷ്ടങ്ങൾക്ക് ഇല്ല. വ്യക്തമാണ്. അങ്ങനെ ഉണ്ടെന്ന് തെളിയിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ ആ കാര്യത്തിൽ. അപ്പം വിശുദ്ധർ എന്ന് പറയുന്നത്, വിശുദ്ധരെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പണം പണം പണം. വിശുദ്ധൻ്റെ പേരും പറഞ്ഞ് വിശ്വാസികളെ മണ്ടന്മാരാക്കുക. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിക്കുക. ഭയപ്പെടേണ്ട 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 എന്ന് ബൈബിളിൽ അനേക തവണ എഴുതിയിട്ടുണ്ട്. പച്ച മലയാള ബൈബിൾ വായിച്ച് നമുക്ക് മനസ്സിലാവും. എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഭയപ്പെടേണ്ട എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ മറന്നിട്ട് അതിനെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ദൈവഭയം ജനിപ്പിക്കുക. വിശ്വാസമുള്ളവൻ്റെ ഉള്ളിലും വിശ്വാസമില്ലാത്തവൻ്റെ ഉള്ളിലും. കത്തോലിക്ക സഭയ്ക്കെതിരെ, ക്രിസ്തീയ സഭകൾക്കെതിരെ, ഇവർക്കെതിരെ ഇവർ ചെയ്യുന്ന നന്മകളെയല്ല, ഇവർ ചെയ്യുന്ന തിന്മകളെ കുറ്റപ്പെടുത്തിയാൽ അവർക്കെതിരെ പ്രയോഗിക്കാൻ അവരെടുത്ത് വെച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അത് ചെയ്യും, ദൈവം നിങ്ങളെ ഇത് ചെയ്യും, നരകത്തിലേക്ക് കൊണ്ടുപോകും. മറ്റുള്ള മതങ്ങൾ നോക്കും, നരകത്തിലിട്ട് പൊരിക്കും, വിറക് കൊള്ളി. വെറും വേസ്റ്റാ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം കഴിയുന്ന നന്മ ചെയ്യുക, കഴിയുന്ന സഹായം ചെയ്യുക, പുണ്യപ്രവൃത്തി. ഇതിൽ പുണ്യമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു മനസ്സറിഞ്ഞ് ഒരു ജീവകാരുണ്യ പ്രവൃത്തി മറ്റൊരാളെ മനസ്സറിഞ്ഞ് സഹായിക്കുമ്പോൾ അത് ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ്. അത് നമ്മുടെ സഹജീവിയോടുള്ള ഒരു സ്നേഹമാണ്. മനസാക്ഷി കുറ്റപ്പെടുത്താതെ ജീവിക്കുക, കഴിയുന്ന നന്മ ചെയ്യുക, അറിഞ്ഞുകൊണ്ടൊരു തന്നെ ദ്രോഹിക്കാതിരിക്കുക. ഇത്രയൊക്കെ ഈ ദൈവചിന്ത എന്ന് പറയുന്നതിൽ ഞാൻ കാണുന്നുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അങ്ങനെ കുറേയുണ്ട്. വിശുദ്ധരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ വിശുദ്ധരുടെ ജീവിതത്തിൽ ശരിക്കും നോക്കൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞ മറിയക്കുട്ടി കൊലക്കേസിലെ ഫാദർ ബെനഡിക്റ്റ്, അദ്ദേഹം ഒരു വൈദികനാണ്. ചെയ്തത് വ്യഭിചാരമാണ്. വ്യഭിചാരം പാപമാണ് എന്ന് ക്രിസ്തീയ സഭ, കത്തോലിക്കർ എടുത്തെടുത്ത് പറയുന്നു. എവിടെ, എങ്ങനെയാണ് ഇത് പാപമാകുന്നത്? വ്യഭിചാരം എന്നത് ആ ഒരു വാക്ക് തന്നെ കത്തോലിക്ക സഭ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വ്യഭിചാരം എന്ന വാക്ക് കൊണ്ടുവന്നിട്ട് അവർ തന്നെ ഇത് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന സാധനങ്ങളെല്ലാം വിശ്വാസികളുടെ തലയിലോട്ടിടുന്നു. നിങ്ങൾ ചെയ്താൽ പാപം, ഞങ്ങൾക്കിത് ചെയ്യാം. നമുക്ക് കാണാം ഈ അടുത്ത ഏതാനും വർഷങ്ങളായിട്ട് നിരവധി കേസുകൾ, നിരവധി വൈദികർ എന്ന് ജയിലിലാണ് ഉള്ളത്. വ്യഭിചാരം എന്നത് പാപമായി മാറിയിരിക്കുന്ന കത്തോലിക്ക സഭയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യഭിചാരം ചെയ്യുന്നത് പള്ളിമേടകളിലും അല്ലെങ്കിൽ വൈദികരിൽ നിന്നും ബിഷപ്പുമാരിൽ നിന്നൊക്കെ ആണെന്ന് നമുക്കിപ്പം അടുത്ത കാലങ്ങളിലെ സംഭവങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഫാദർ റോബിൻ നമുക്കറിയാം. അപ്പോൾ ചോദിക്കും, 10,000 അല്ലെങ്കിൽ 1000 വൈദികരിൽ ഒരാളല്ലേ ജയിലിലുള്ളൂ? അല്ല, ഫാദർ എഡ്വിൻ ഫിഗറസ്, അദ്ദേഹം ജയിലിലാണ്. പള്ളിമേടയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ്. ഫാദർ റോബിൻ്റെത് നമുക്കറിയാം, ലോകം മുഴുവൻ അറിഞ്ഞ കാര്യമാണ്. 16 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയെ പള്ളിമേടയിൽ വെച്ച് ഭോഗിച്ച് അവസാനം ഗർഭിണിയായി ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ പിതൃത്വം ആ 16 വയസ്സ് തികയാത്ത ആ പെൺകുട്ടിയുടെ അപ്പൻ്റെ തലയിൽ കെട്ടിവെച്ച സഭയാണ്. എന്നിട്ടും അയാളെ രക്ഷപ്പെടുത്താൻ നോക്കി. ആര്? ഫാദർ റോബിനെ. DNA ടെസ്റ്റ് ചതിച്ചു. ഒരു
ഒരു പക്ഷേ കത്തോലിക്ക സഭ കുറച്ചു കാലം കഴിയുമ്പോൾ ഫാദർ റോബിൻ വിശുദ്ധനാണെന്ന് പോലും പറയാൻ മടിക്കില്ല. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പീഡനമേറ്റവനെന്ന്. ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നു, TV ചാനലുകളെല്ലാം നിറഞ്ഞു നിന്ന് കഴിഞ്ഞ വാർത്ത. ഇവിടെ കേരളത്തിലെ ഒട്ടുമിക്ക TV ചാനലുകളിലും വിദേശ ചാനലുകളിലും എല്ലാം വന്നു കഴിഞ്ഞു വാർത്തകൾ. കത്തോലിക്ക സഭ ചെയ്യുന്ന അനീതികൾ, അക്രമങ്ങൾ, കത്തോലിക്ക സഭയുടെ പുരോഹിത വർഗത്തിനിടയിൽ നിലനിൽക്കുന്ന ലൈംഗിക പീഡനങ്ങൾ. അവിടെ കർത്താവിൻ്റെ മണവാട്ടികൾ എന്ന് പറയുന്ന ആ പേരിൽ മഠത്തിൽ ചേർന്ന് ജീവിതം ഹോമിക്കുന്ന എന്ന് ഞാൻ പറയും. ജീവിതം ഹോമിക്കുന്ന കന്യാസ്ത്രീകളായ സ്ത്രീകളെ, സിസ്റ്റേഴ്സിനെ നിരവധി വൈദികരാണ് ഇന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാദർ എഡ്വിൻ ഫിഗറസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫാദർ റോബിൻ്റെ കാര്യം പറഞ്ഞു. പിടിക്കപ്പെടുന്നവർ ഒരു പക്ഷേ 1000-ൽ ഒരാളായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പുരോഹിത വർഗം ചോദിക്കുന്നത് ആ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും കുറ്റം പറയണമെന്നാണ്. ഒരിക്കലുമല്ല. ഇങ്ങനെ ഒരാൾ പിടിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെടാത്ത ഒരു 90% വൈദികർ ഈ പറയുന്ന പുരോഹിത വർഗത്തിലുണ്ട്. ഞാനൊക്കെ ഒരു 6-7 വർഷം മുമ്പ് വരെ വൈദികരുമായിട്ടും ഒക്കെ വളരെ അടുത്ത് പെരുമാറിയിരുന്ന വ്യക്തിയാണ്. പ്രാർത്ഥന ജീവിതം നയിച്ചിരുന്ന ആളാണ് ഞാൻ. കരിസ്മാറ്റിക് ജീസസ് യൂത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു, പ്രാസംഗികനായിരുന്നു. പ്രസംഗിച്ചതുപോലെ അല്ലെ പഠിപ്പിച്ചിരുന്നതുപോലെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഞാനൊക്കെ ഇതിൽ നിന്ന് പിന്മാറിയത് ഇവരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും, എല്ലാം ഒന്നും പുറത്തിപ്പോഴും പറയാൻ കൊള്ളില്ലാത്ത പല കാര്യങ്ങളും നേരിട്ട് കണ്ട് അനുഭവം കൊണ്ട് ഇവർ ചെയ്യുന്ന പോക്കിരിത്തരങ്ങൾ കണ്ട് മടുത്തിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയത്. ഇവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. സമൂഹത്തിന് മുമ്പിൽ വലിയ വലിയ പ്രസംഗങ്ങൾ അവർ കാഴ്ചവെക്കും. പക്ഷെ അവരുടെ പ്രവൃത്തികൾ പുറം ലോകം അറിയുന്നില്ല. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ ക്രിമിനലുകളുണ്ട്. യഥാർത്ഥ ക്രിമിനലുകൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അവരൊരു വെള്ള കുപ്പായം ഇട്ടതുകൊണ്ട്, അല്ലെ ഒരു കുറേ ആടയാഭരണങ്ങൾ അറിഞ്ഞ് കുറേ വേഷഭൂഷാസ്തികളിട്ട് ആ പള്ളികളിൽ കയറി ആൾത്താരിൽ നിന്ന് പ്രസംഗിക്കുന്നതല്ല അവരുടെ യഥാർത്ഥ ജീവിതം. അവർ യഥാർത്ഥ മനുഷ്യരാണ്. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അനേകം പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട്, ഒരു ദയമില്ലാത്തവരുണ്ട്. എന്നാൽ 1000-ൽ 1-2 പേർ നല്ല വൈദികരുമുണ്ട്. അവർ തെറ്റിനെ വിമർശിക്കും. പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ മത നേതൃത്വത്തെ അവർ എതിർത്ത് കഴിഞ്ഞാൽ അവരെ അവർ ഒറ്റപ്പെടുത്തും. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ലൈംഗിക പീഡനങ്ങൾ സഭയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സിസ്റ്റർ അഭയെ കൊന്നിട്ട് 10-28 വർഷമായി. ഇത്രയും കാലമായിട്ടും സിസ്റ്റർ അഭയെ തല്ലിക്കൊന്ന് കിണറ്റിലിട്ട ആ പ്രതികൾ, യഥാർത്ഥ പ്രതികളുടെ പേരിൽ ഒരു നടപടി എടുക്കാൻ കത്തോലിക്ക സഭ നേതൃത്വം തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവരെ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. 500 കോടിയിലധികം, അതിൻ്റെ മൊത്തം കണക്ക് കൂട്ടിയാൽ 1000 കോടിയിലധികം അതിനു വേണ്ടി സഭ ഇന്ന് ചെലവാക്കി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ വിശുദ്ധയാക്കണമെങ്കിൽ സിസ്റ്റർ അഭയെയാണ് കത്തോലിക്ക സഭ വിശുദ്ധയാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസം വായിക്കുകയുണ്ടായി, പിതൃക്കയെ വികാരിയായി നിയമിക്കുന്നു. വീണ്ടും എന്ത് ബേസിലാണ്? ഈ പറയുന്ന വിശുദ്ധ എന്ന് പറയുന്ന കത്തോലിക്ക സഭ ചെയ്യുന്ന ഇതിന് എന്താ പറയേണ്ടത്? തന്തോന്നിത്തരം എന്ന് പറയണോ, പോക്കരിത്തരം എന്ന് പറയണോ? അന്ന് ആ പയസ് 10th കോൺവെന്റിൽ നടന്ന സംഭവങ്ങൾ ഇന്ന് പൊതുസമൂഹത്തിനറിയാം. നമ്മളെല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്. ചൈന മതിൽ നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷേ നമുക്കറിയാം അങ്ങനെയൊന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ പയസ് കോൺവെന്റിൽ നടന്ന സംഭവങ്ങൾ അനേകം പേരിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്, അനേക വ്യക്തികളിൽ നിന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അവിടെ നടന്നത് യഥാർത്ഥ കൊലപാതകം തന്നെയാണ്. ലൈംഗികത നടക്കുന്നത് കണ്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് സിസ്റ്റർ അഭയെ തലക്കടിച്ചു കൊന്ന് കിണറ്റിലെടുത്തിട്ടത്. വരും കാലങ്ങളിൽ ഒരു പക്ഷേ 10, 50, 100 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ പിതൃക്കൈനെയും കോട്ടൂരാനെയും ഒക്കെ വിശുദ്ധനാക്കാൻ ഇവർക്കൊന്നും മടി കാണില്ല. കഴിഞ്ഞ മാസം, അതായത്
മെയ് 7-ാം തീയതി നമ്മുടെ തിരുവല്ലയിൽ ഒരു കന്യാസ്ത്രീക്കുട്ടി കിണറ്റിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കർത്താവിൻ്റെ മണവാട്ടിയാകാൻ പോയവളാണ്. മരിച്ചു. 41-ാം ചരമദിനം കഴിഞ്ഞു. ഒരു പത്രത്തിലും ഒരു മാസികയിലും ആരും എഴുതി കണ്ടില്ല 41-ാം ചരമദിനം എന്ന്. എന്താ കാരണം? വിശുദ്ധയല്ലേ? ശരിക്കും ആ പെൺകുട്ടിയൊക്കെ അല്ലേ വിശുദ്ധ? ആരെ വിശുദ്ധനാക്കണ്ട, വിശുദ്ധരുമാക്കണ്ട. അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണാം, വൈദികരുടെ കാമകേളികളാണ്, പരമ്പരയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും വിശുദ്ധൻ്റെ പേരും പറഞ്ഞ്, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്, മാതാവിൻ്റെ പേരും പറഞ്ഞ്, യോസേപ്പ് പിതാവിൻ്റെ പേരും പറഞ്ഞ് ഒക്കെ ഇപ്പോൾ പീഡന കാലം എന്ന് വേണമെങ്കിൽ പറയാം. കത്തോലിക്ക സഭയുടെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമുക്ക് കാണാം, പിരിമുറുക്കം മാറ്റാൻ വേണ്ടിയിട്ട് പള്ളികൾ തുറക്കുന്നു. ആർക്ക് വേണ്ടിയാ? പള്ളികളിൽ നേർച്ച വേണം. അതുതന്നെ ഇതിൻ്റെ ലക്ഷ്യം. വരുമാനം കുറഞ്ഞു, കോടികളുടെ നഷ്ടമാണ് ശരിക്കും കത്തോലിക്ക സഭയ്ക്ക്, ക്രിസ്തീയ സഭകൾക്ക്, എല്ലാ മതങ്ങൾക്കും. മതങ്ങൾക്കുള്ള ബേജാർ ഇത്രയേ ഉള്ളൂ, അവരുടെ പണത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞു. കൊറോണ ഇക്കാര്യത്തിൽ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കോവിഡ് വന്നതോടുകൂടി ജനം ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരി. വിശുദ്ധരും നേർച്ചപ്പെട്ടിയും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പള്ളിയോ ഒരു സ്ഥാപനമോ, കത്തോലിക്ക സഭയുടെ ഒരു സ്ഥാപനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? വിശുദ്ധൻ്റെ പേരിൽ അല്ലാത്തത്, ഒരു നേർച്ചപ്പെട്ടി ഇല്ലാത്തത്, ഒരു കാണിക്കവഞ്ചി ഇല്ലാത്തൊരു പള്ളി ഇല്ല. നമുക്കറിയാം, ഒരു നേർച്ചപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ നേർച്ചപ്പെട്ടി പ്രത്യേകിച്ച് റോഡ് സൈഡിലാണെങ്കിൽ അതിലെ ഒരു പുതിയതായിട്ട് നേർച്ചപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടത്തും, തിരികത്തിക്കും, രാത്രി അന്ത്യപ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും കൊന്തയൊക്കെ ചെല്ലും. അതുമെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം പിന്നെ തുടങ്ങുകയാണ് നൊവേന. അപ്പം ആ പ്രദേശത്തുള്ള കുറച്ച് പേര് വന്നു. അപ്പോൾ പറയും, ഒരു കുടുംബക്കാർ വന്നില്ലെങ്കിൽ കണ്ടോ അവിടെ പനി പിടിച്ചു, അവന് ചൊറി പിടിച്ചു, കൊന്തയ്ക്ക് വരാത്തതുകൊണ്ട്, അവിടെ പ്രാർത്ഥനയ്ക്ക് വരാത്തതുകൊണ്ട്. വെറുതെയാണ്, ഒരു കാര്യമില്ല അതിൽ. റോഡ് സൈഡിലാണ് ഒരു കുരിശുപള്ളി പണിയുന്നതെങ്കിൽ അവിടെയും ഉണ്ടാവും ഒരു നേർച്ചപ്പെട്ടി. ഏതെങ്കിലും 2 പേര് അവിടെ നേർച്ചയിടുന്നത് കാണും. പിന്നീട് പോകുന്നവർ പറയും, നിങ്ങൾ പോകുമ്പോൾ അവിടെ നേർച്ചയിട്ടിട്ട് പോയിക്കോളൂ, നിങ്ങളുടെ കാര്യം സാധിക്കും. എന്ത് കാര്യം? എന്തുമായിക്കോട്ടെ. ജോലിക്ക് പോകുന്നവർ, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ അവിടേക്ക് നേർച്ച എറിയാതെ അപ്പം ആ ഇടയ്ക്കായിരിക്കും ഒരു പക്ഷേ അവിടെ ഒരു വാഹനം അപകടമുണ്ടായിട്ടുണ്ടാവുക. ബ്രേക്ക് പൊട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടായിരിക്കും വണ്ടി മറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞുണ്ടാക്കാൻ പോകുന്ന കഥ എന്താണെന്ന് അറിയാമോ? നോക്കൂ, അവർ മാത്രം നേർച്ചയിടാതെ പോയി, അതുകൊണ്ട് ആ വാഹനം മറിഞ്ഞു, അതുകൊണ്ട് ആ വാഹനം ഇടിച്ചു, ബ്രേക്ക് പൊട്ടി. ഒന്നുമല്ല, അത് ടെക്നിക്കൽ ഫോൾട്ട് മാത്രമാണ്. ടെക്നിക്കൽ ഫോൾട്ടിനെ വിശുദ്ധിയുടെ പരിവേഷം നൽകി, അല്ലെങ്കിൽ ഭയം അവിടെ ജനിപ്പിച്ച് നേർച്ചയിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിലെ പോകുന്ന വാഹനക്കാരോട് പറയും, നിങ്ങൾ നേർച്ചയിട്ട് പോയിക്കോ, ഒരു പ്രശ്നമില്ല. അപ്പം വിശുദ്ധൻ്റെ പേരും പറഞ്ഞ് പണമുണ്ടാക്കുന്നു. പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ പറഞ്ഞ കഥകൾ പിന്നെ അത് സംഭവങ്ങളാക്കി മാറ്റിയെടുക്കുകയാണ്. നമ്മൾക്ക് ഇന്ന് ഈ സമൂഹത്തിൽ എവിടെ നോക്കിയാലും കാണാം നേർച്ചപ്പെട്ടികൾ. നേർച്ചപ്പെട്ടി, പണം, കാണിക്കവഞ്ചി. വിശുദ്ധർ എന്ന് പറയുന്ന ജീവിതം, അല്ലെ വിശുദ്ധർ എന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തന്നെ കാണാം. എത്രയോ നന്മ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അവരെ ആരെങ്കിലും പൊക്കി പറയാൻ വേണ്ടിയിട്ടല്ല, പേരിന് വേണ്ടിയുമല്ല. എത്രയോ ആളുകളുണ്ട്. ഇന്നിപ്പം സോഷ്യൽ മീഡിയ വന്നതോടുകൂടി, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ നമുക്ക് കാണാൻ പറ്റും അനേകം നന്മ ചെയ്യുന്ന ആളുകളെ. ചാരിറ്റി ആ വിഭാഗത്തിൽപ്പെടുത്തിയതല്ല ഞാൻ, അവരെ ആ രീതി കാണുകയും വേണ്ട. അത് പണത്തിൻ്റെ ലക്ഷ്യം, അത് നോക്കണ്ട. അല്ലാതെ നന്മ ചെയ്യുന്ന അനേകം ആളുകളെ കാണാം. നന്മ ചെയ്യുന്ന ഈ വിശുദ്ധരുടെ പേരും പറഞ്ഞ് നന്മ ചെയ്യുന്നതിനും അവിടെ പോലും കത്തോലിക്ക സഭ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? അപ്പോൾ അതിന് കണക്കുണ്ടാവും. ഇതൊരു പക്ഷേ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഈ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയരുത്, അല്ലെങ്കിൽ ഇടത് കൈ കൊടുക്കുന്ന വലത് കൈ അറിയരുതെന്ന് പറയുമ്പോൾ ഒരിക്കലും ചോദ്യം പോകുന്നില്ല, എവിടെയും കണക്കുകളില്ല. പക്ഷെ ഇന്ന് സമൂഹം മാറി ചിന്തിക്കാൻ തുടങ്ങി. ഒരു വ്യക്തി നന്മ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ അറിഞ്ഞാൽ അതിലൂടെ മറ്റൊരാൾ പ്രചോദനം നേടി
ഒരു പക്ഷേ മറ്റവർ നന്മ ചെയ്യുന്നു. ഇന്ന് നമ്മളതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊന്നും മതത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ജാതിയും മതവും നോക്കിയിട്ടല്ല നന്മ ചെയ്യുന്നത്. അതവൻ്റെ മനസ്സാക്ഷിയാണ്, അതവൻ്റെ ഉള്ളിലെ നന്മയാണ്. ഇതിനൊന്നും ഒരു മതത്തിൻ്റെ ഒരു വിശുദ്ധൻ്റെ ആവശ്യമില്ല. എത്ര പണം കിട്ടിയാലും തികയാത്ത ലോകമാണിന്ന്. എത്ര കിട്ടിയാലും തികയുന്നില്ല മനുഷ്യന്. വീണ്ടും 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 പണം. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ വിശുദ്ധരെയും ഈ മത നേതൃത്വങ്ങളും ഇന്ന് നിലകൊള്ളുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വൃദ്ധമന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, ആതുര ശുശ്രൂഷ രംഗങ്ങൾ. നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരു ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുമാത്രം പണമാണ് വേണ്ടി വരുന്നത്. ഒരു ദയയുമില്ല ഇവർക്കൊന്നും, ഒരു ദയയുമില്ല. ഒരു പള്ളി പണിതാൽ, വിശുദ്ധൻ്റെ പേര് പറഞ്ഞ് ഒരു പള്ളി പണിത് കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ പണിത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിത് കഴിഞ്ഞാൽ, പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പണം കൊടുത്തവർക്കൊന്നും ഒരു റോളുമില്ല. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു കുരിശുപള്ളി പണിതു. ആ സമയത്ത് അവിടെ പള്ളി പണിയുന്ന സമയത്ത് ആ പിരിവിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ പള്ളിയിൽ നിന്നോ ഈ കുരിശു പള്ളിയിൽ നിന്നോ ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട. ഞാൻ അനുഗ്രഹം ഇല്ലാതെ ജീവിച്ചോളൂ. എനിക്കൊരു വിശുദ്ധൻ്റെ അനുഗ്രഹം വേണ്ട. എന്നെക്കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ഇതുവരെ ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ പോയിട്ടുമില്ല. ഞാനത് പറഞ്ഞത് ഇത്രയും കാലം അവിടെ പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് യാതൊരു കുഴപ്പം വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പാപങ്ങളുടെ ഒരു പട്ടിക കത്തോലിക്കുണ്ട്. കത്തോലിക്കർക്ക് ഒരു ദൈവത്തിൻ്റെ 10 കൽപ്പനകളുണ്ട്. ഈ കൽപ്പനകളെല്ലാം കാലഹരണപ്പെട്ട് കഴിഞ്ഞു. വെറും കെട്ടുകഥയാണ്. ബൈബിളിലെ കെട്ടുകഥകൾ വായിച്ചു കഴിഞ്ഞാൽ, മനസ്സിരുത്തി ആദ്യത്തെ ഒരൊറ്റ അധ്യായം വായിച്ചാൽ അവിടെ കൊണ്ട് തീരും. മനസ്സിരുത്തി, അതായത് നമ്മൾ സ്വയം മനസ്സിലാക്കി ചിന്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ, ധ്യാനഗുരുക്കന്മാർ പറയുന്ന, അല്ലെങ്കിൽ ഈ ബൈബിൾ പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവർ പറയുന്ന അവരുടെ രീതിയിൽ ചിന്തിച്ചാൽ അതെല്ലാം പാപമാണ്, ദൈവകൽപ്പനകൾ. ഞാനിപ്പോൾ ഈ സബ്ജക്റ്റ് പറയേണ്ട ഒരു വിഷയമല്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്. ഇന്ന് എന്തെല്ലാം ചെയ്യരുത് എന്ന് പറയുന്നു, ഇതെല്ലാം ഈ പറയുന്ന മത നേതൃത്വത്തിലുള്ള പുരോഹിത വർഗം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ചെയ്യാം, വിശ്വാസികൾ ചെയ്താൽ പാപം. അവർക്ക് കൊല്ലാം, അവർക്ക് കട്ടെടുക്കാം, അവർക്ക് വ്യഭിചാരം ചെയ്യാം, അന്യൻ്റെ ഭാര്യയും കൊണ്ട് ഒളിച്ചുവിടാം, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കാം, സ്വത്ത് പിടിച്ചെടുക്കാം, എല്ലാം ചെയ്യാം. കച്ചവടമാണ്. വ്യഭിചാരം പാപമാണ് എന്ന്, വ്യഭിചാരം എന്ന ഒരു വാക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവരിത് ചെയ്യുന്നു, മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല. മദ്യപിക്കരുത് എന്ന് പറയുന്നു, അവർ തന്നെ മദ്യപിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ വിശുദ്ധർ എന്ന കൺസെപ്റ്റ് തന്നെ സമൂഹം തള്ളിക്കളയണം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പേര് ഒരു വ്യക്തിയെ അറിയാൻ, തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. സത്യവാൻ അല്ലെ സത്യശീലൻ എന്ന് പേരിട്ടവൻ്റെ 7 അയലത്ത് പോയിട്ടുണ്ടാവല്ലോ അവൻ്റെ പ്രവൃത്തിയിൽ സത്യം. പൊതുവെ കാണുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചില ആളുകൾ അങ്ങനെയാണ്. ജീവിതം, വിശുദ്ധി, വിശുദ്ധൻ, ഇതുമായിട്ട് പേരുമായിട്ടോ അവരുടെ ജീവചരിത്രവുമായിട്ടോ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധിക്കും വിശുദ്ധനും യാതൊരു അർത്ഥവുമില്ല. അത് മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ മാത്രമാണ് വിശുദ്ധി. ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, നമ്മൾ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ മദർ തെരേസയെക്കുറിച്ച് വളരെ നല്ല ഒരു അഭിപ്രായമാണ് ലോകം മുഴുവനുള്ളത്. സത്യമാണത്. മദർ തെരേസ എന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. സിസ്റ്റർ തെരേസ എന്ന് ആരും വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മദർ തെരേസ ചെയ്ത പുണ്യപ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ ഒരിക്കലും നമ്മൾ കണ്ടില്ലെന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ജോസ് കണ്ടത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും തെളിവുകൾ വെച്ചുകൊണ്ട്, BBC-യുടെ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോഴാണ് ഈ വിശുദ്ധിയുടെയും അല്ലെങ്കിൽ ആ പുണ്യപ്രവൃത്തിയുടെയൊക്കെ പിന്നിൽ നടന്ന കുറേ ചതികൾ, അല്ലെങ്കിൽ വഞ്ചനകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ മദർ തെരേസയുടെ ചാരിറ്റി ആ പ്രവർത്തനവുമായിട്ട് അതിന് പിന്നിൽ നടന്ന കുറേ പുറം ലോകം അറിയില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന മദർ തെരേസയെ ഒരു നല്ല വ്യക്തിത്വമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ മദർ തെരേസയുടെ ഐ വാസ് എൻ അർഡൻറ്റ് ഡിവോട്ടി. അത്രയും
വലിയൊരു ആരാധകനായിരുന്നു ഞാൻ. പക്ഷേ കുറേ യാഥാർത്ഥ്യങ്ങൾ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. ശ്രീ ജോസ് കണ്ടത്തിലിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു, ശരിക്കും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ എന്ന് വേണമെങ്കിൽ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ പറയാം. അവർ കുറേ നന്മ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഇപ്പോൾ മദർ തെരേസ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മദർ തെരേസയെ വിശുദ്ധയാക്കണം. എന്തിനു വേണ്ടി? അവർ ചെയ്യുന്ന ആ പണി അങ്ങ് ചെയ്തു കൊണ്ടുപോയാൽ പോരായിരുന്നോ കത്തോലിക്ക സഭയ്ക്ക്, ക്രിസ്തീയ സഭകൾക്ക്? അല്ല. അപ്പോൾ പണം വരണം, മദറിനെ വിശുദ്ധയാക്കണം, വാഴ്ത്തപ്പെട്ടവളാക്കി വിശുദ്ധയാക്കണം. വിശുദ്ധയായി കഴിഞ്ഞാൽ പിന്നെ പണത്തിൻ്റെ ഒഴുക്കാണ്. മദർ തെരേസയുടെ പേര് പറഞ്ഞാൽ ആരുടെയും മനസ്സൊന്നലിയും. കാരണം മദർ തെരേസ ചെയ്ത പ്രവർത്തികൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി മദർ തെരേസയെ വിശുദ്ധയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണമാർക്കാണ്? പൊതുസമൂഹത്തിനാണോ? ഒരിക്കലുമല്ല, പൊതുസമൂഹത്തിനല്ല. ഇത് കത്തോലിക്ക മത നേതാക്കൾക്കാണ് ഇതുകൊണ്ടുള്ള ഗുണം. ഞാൻ ചോദിക്കട്ടെ, തെരുവിൽ 4 പേർ അലയുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവൻ അവരെ സഹായിക്കും, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അതിന് മതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു മദർ തെരേസയുടെയും ആവശ്യമില്ല. വിശുദ്ധരെന്തിനു വേണ്ടിയാ? പൊതുസമൂഹത്തിന് വിശുദ്ധർ ചെയ്ത ഒരു നന്മയെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരാൾക്ക്? ഇപ്പം ഞാൻ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ കത്തോലിക്ക സഭ പറയും, സെബാസ്റ്റ്യൻ ബർക്കി ഇത്ര റഫായിട്ട് കത്തോലിക്ക സഭയെ, ഇത്ര മോശമായിട്ട് കത്തോലിക്ക സഭയെ എന്തിനു പറയുന്നു? നിങ്ങൾ പറയൂ, നിങ്ങൾ ചെയ്ത ഈ വിശുദ്ധരെ കൊണ്ട്, വിശുദ്ധർ ചെയ്ത എന്തു നന്മയാണ് ഈ സമൂഹത്തിന് ഇന്ന് എടുത്ത് പറയാനുള്ളത്? പുസ്തകങ്ങളിൽ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കുന്ന കഥകളല്ലേ? ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മറിയക്കുട്ടി കൊലക്കേസിൽ നിങ്ങൾ വിശുദ്ധനാക്കാൻ ഇപ്പം എല്ലും നഖവും പല്ലുമൊക്കെ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന ആ ഫാദർ ബെനഡിക്റ്റിൻ്റെ യഥാർത്ഥ ജീവിത കഥ എന്താണെന്ന് കത്തോലിക്ക സഭ എല്ലാ പള്ളികളിലും ഒന്ന് വായിച്ചു പറയൂ. ഇടയലേഖനങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഒന്ന് വായിച്ചു പറയൂ. സമൂഹം അറിയട്ടെ, എന്നിട്ട് ജനം തീരുമാനിക്കട്ടെ ആരാണ് വിശുദ്ധനെന്ന്. വിശുദ്ധൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ഒരൊറ്റ കാര്യത്തിൽ വിശുദ്ധർ എന്ന ഈ ഒരു ചിന്താഗതി തന്നെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ നന്മ ചെയ്യുന്നവരെ നിങ്ങൾ വിശുദ്ധരായി കണ്ടോളൂ. സത്യസന്ധമായിട്ട്, ആത്മാർത്ഥമായിട്ട്, മനസ്സാക്ഷിയോടുകൂടെ നന്മ ചെയ്യുന്നവർ വിശുദ്ധരായി കണ്ടോളൂ. അവർ നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ നമ്മൾ സഹായിക്കുക. അല്ലാതെ ചാരിറ്റിയുടെ പേരും പറഞ്ഞ്, നന്മ മരമെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇവിടെ നിന്നും പണം വാങ്ങി കുറച്ച് പേരെ സഹായിക്കുന്നതല്ല പുണ്യപ്രവൃത്തിയും നന്മ പ്രവൃത്തിയുമൊന്നും. അധ്വാനിച്ച് ജീവിക്കുക, സത്യസന്ധമായിട്ട് സമ്പാദിക്കുക. എനിക്കതേ പറയാനുള്ളൂ. വിശുദ്ധർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. വിശുദ്ധരുടെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരാളെയും ദ്രോഹിക്കാതിരിക്കുക. എനിക്ക് കത്തോലിക്ക സഭയോടും കത്തോലിക്ക സഭ നേതൃത്വത്തോടും പറയാനുള്ളത് ഇത് മാത്രമാണ്. വിശുദ്ധരുടെ പേരും പറഞ്ഞ് നിങ്ങൾ പണപ്പിരിവ് നടത്തരുത്. വിശുദ്ധരുടെ പേരിൽ നിങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. കാരണം ഇനിയുള്ള കാലം സമൂഹം ചിന്തിക്കാൻ തുടങ്ങി. ഇനിയുള്ള കാലം മനുഷ്യൻ ചിന്തിക്കും. നമുക്ക് കാണാം, ഇപ്പം ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വരുമാനമൊന്നും ഇന്ന് പള്ളികളിലില്ല. മദർ തെരേസയെ വെച്ച് പണമുണ്ടാക്കാൻ ശ്രമിച്ച നിങ്ങളുടെ ലക്ഷ്യം ഇന്ന് എവിടെ എത്തി? സമൂഹം തിരിച്ചറിഞ്ഞു, ഇനിയും അറിയും. ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാം, അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാങ്കോ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം കണ്ടതാണ്. ഫ്രാങ്കോയുടെ വിഷയത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ, ജലന്ധറിലെ ബിഷപ്പ് ഫ്രാങ്കോ, അയാൾ കർത്താവിൻ്റെ മണവാട്ടി ആയിരുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ മണവാട്ടി എന്ന പേരിൽ ജീവിച്ചിരുന്ന കന്യാസ്ത്രീയെ, ആ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു, ലൈംഗിക പീഡനം നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ജയിലിൽ കടന്നത്. അയാൾ ജയിലിൽ കടന്നതുപോലും ഒരു വിശുദ്ധ പദവി നൽകിക്കൊണ്ട് ആ ജയിലിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച അനേകം മന്ദബുദ്ധികളെ നമ്മൾ കണ്ടതാണ്. അതിൽ ബിഷപ്പുമാരടക്കമുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? അതിനുശേഷം വഞ്ചി സ്ക്വയറിൽ 5 സിസ്റ്റേഴ്സ് അവിടെ ഒഴുക്കിയ ആ കണ്ണുനീരുണ്ടല്ലോ, അത് വിശുദ്ധ കണ്ണീർന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അതാണ് മനസ്സാക്ഷിയുടെ കണ്ണുനീർ.
ആ മനസാക്ഷി, അവരോട് കാണിക്കാത്ത ഒരു മനസാക്ഷി നിങ്ങൾ ഇനി ഏത് വിശുദ്ധൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിനുശേഷം സിസ്റ്റർ ലൂസി, അവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് സിസ്റ്റർ ലൂസി അനുഭവിക്കുന്ന പീഡനം എത്രയാണ് കത്തോലിക്ക സഭയിൽ നിന്ന്? സിസ്റ്റർ ലൂസിയെ ഇല്ലായ്മ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കുറേ ആളുകൾ. ഈ പറയുന്ന കത്തോലിക്ക സഭ നേതൃത്വത്തിൻ്റെ, രൂപത ബിഷപ്പുമാരുടെ ശിങ്കിടികൾ എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. കെന്നഡി കരിമ്പിൻകാല, വിനു ചാക്കോ, അങ്ങനെ കുറെ പേര് ഇതിനു വേണ്ടി ഇറക്കിയിരിക്കുകയാണ്. അനീതിക്കെതിരെ, അസത്യത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ ശബ്ദമുയർത്താൻ. എന്ത് മാനുഷികതയാണ് അവരിലുള്ളത്, എന്ത് മനസാക്ഷിയാണ് അവരിലുള്ളത്? കത്തോലിക്ക സഭാ നേതൃത്വം അല്ലെ പുരോഹിത വർഗം ചെയ്യുന്ന താന്തോന്നിത്തരങ്ങളെ ചോദ്യം ചെയ്യുന്നവരെയാണ് അവരെതിർക്കുന്നത്, പൊതുസമൂഹം ഇന്ന് എതിർക്കുന്നത്. അവർ ചെയ്യുന്ന 1000 പേരിൽ നന്മ ചെയ്യുന്ന 4 പേരുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഇന്ന് പൊതുസമൂഹം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഇനിയുള്ള കാലമെങ്കിലും നന്മ ചെയ്ത് ജീവിക്കാൻ സമൂഹത്തിന് നല്ല മെസ്സേജാണ് ഈ പറയുന്ന കത്തോലിക്ക സഭ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത്. പ്രസംഗം ഒന്നും പ്രവൃത്തി ഒന്നും ആകരുത്. വീണ്ടും ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, വിശുദ്ധരുടെ പേരും പറഞ്ഞ് വിശുദ്ധരുടെ നാമത്തിൽ ദയവ് ചെയ്ത് പൊതുസമൂഹത്തെ ദ്രോഹിക്കരുത്. എനിക്കതാണ് പറയാനുള്ളത്.